ഹായ് ഹലോ. ഞാൻ ഇന്ന് മത്തി തേങ്ങ അരച്ച് കറി വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് കുറച്ച് വലിയ മത്തിയായിരുന്നു കിട്ടിയത്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന്. നമുക്ക് ചെറിയ മത്തിയാണെങ്കിൽ നമ്മൾ പുളിമുള്ളിട്ട് തേങ്ങ അരക്കാണ്ട് വെക്കും, അല്ലെ കുറച്ച് വലിയത് കിട്ടിയാൽ പൊതുവേ ഞാൻ അങ്ങനെ തേങ്ങ അരച്ചിട്ടാണ് വെക്കൽ. അപ്പോൾ അതിന് വേണ്ടി മത്തി ക്ലീൻ ചെയ്തെടുത്ത് കഷ്ണങ്ങളാക്കി എടുത്ത ശേഷം അതിൻ്റെ അകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നല്ലപോലെ കൈവച്ച് പുരട്ടി വെച്ചു. അപ്പോൾ മസാലയും മുളക് എരിവും ഉപ്പും എല്ലാം മത്തീൻ്റെ പീസിൽ നല്ലപോലെ പിടിച്ചെടുക്കട്ടെ. അത് മാറ്റി വെച്ച ശേഷം ഒരു തക്കാളി, ഒരു സവാളയും 3 പച്ചമുളകും കൂടെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില കുറച്ച് മൂക്കുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ആ സവാള ഒന്ന് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് 2-3-4 പ്രാവശ്യം ഇളക്കി. നല്ലപോലെ വഴന്ന് വരുമൊന്നും വേണ്ട, ഒന്ന് 4-5 പ്രാവശ്യം ഇളക്കിയ പാടന്നെ അതിൻ്റെ അകത്ത് കട്ട് ചെയ്ത തക്കാളി ഇട്ട് പച്ചമുളകും നമുക്കിട്ട് കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് നമ്മൾ മെയിനിൽ ഓൾറെഡി ഇട്ടതാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കൂടിപ്പോകാൻ പാടില്ല, എരിവ് കൂടിപ്പോവും. അപ്പോൾ അതും കൂടി ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം 2 കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ അതിൽ ചേർത്തൊന്ന് ഇളക്കിയ ശേഷം അതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ അരച്ച് വെക്കുമ്പം സവാളയും തക്കാളിയൊന്നും അങ്ങനെ കൂടുതൽ വഴന്ന് വരണ്ട, ഇങ്ങനെ അതിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ ആ പീസ് ഇങ്ങനെ കാണാനുണ്ടാവണം കറിയിൽ. അതുകൊണ്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് കുറച്ചൊന്ന് അത് തിളക്കട്ടെ, കുറച്ച് വേവട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും എടുത്ത് അരച്ചെടുത്തു. അപ്പോഴത്തേക്കും ആ തക്കാളിയും സവാളയെല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്ന് കുറച്ച് വേവുമ്പം അതിൻ്റെ അകത്ത് റെഡിയാക്കി വെച്ച മീൻ കഷ്ണങ്ങളും ഇട്ട് ഒന്നുകൂടെ മീൻ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അടച്ച് വെച്ചു. മീൻ പെട്ടെന്ന് വേവുമല്ലോ, അത് ഒന്നുപാടെ അതിൻ്റെ അകത്ത് തേങ്ങയും ജീരകവും കൂടെ അരച്ചതും കൂടെ ചേർത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മീൻ കഷ്ണം ഉടഞ്ഞു പോകാൻ പാടില്ല, മത്തി പെട്ടെന്ന് ഉടയുന്നൊരു മീനാണ്. അപ്പോൾ ഒന്ന് കയ്യിൽ വെച്ച് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് മാത്രം ഇളക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചുഴറ്റി കൊടുക്കുക. അതിനുശേഷം അത് നല്ലപോലെ തിളച്ച് അതിന് ഉപ്പെല്ലാം ഒന്ന് നോക്കി കറക്റ്റ് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് കറി വാങ്ങി വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു എണ്ണയും കുറച്ച് ചെറുതായി മുറിച്ച സവാളയും അല്ലെങ്കിൽ കുഞ്ഞുള്ളി ആയാലും എടുക്കാം നിങ്ങൾക്ക്, കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചിൻ്റെ അകത്ത് ഇട്ടാൽ നല്ല അടിപൊളി തേങ്ങ അരച്ച കറി, മത്തിക്കറി സൂപ്പർ റെഡി. ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കലുണ്ടോ? ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വലിയ മത്തി കിട്ടും, ഉണ്ടാക്കി നോക്ക്.